രണ്ടാമത്തേത് പിശാചിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഞാൻ 2-3 അനുഭവങ്ങൾ പറയാം, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സാത്താന്റെ കാഴ്ചപ്പാട് എന്താണ്? എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച ചില അനുഭവങ്ങളുണ്ട്. എല്ലാം പറയാം, ഞാൻ പെട്ടെന്ന് പറയാം. അതായത്, ഒന്ന്, എന്നെ ശുശ്രൂഷയിൽ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ കൗൺസിലറാണ്. കോഴിക്കോട് ഒരു ധ്യാനം നടക്കുന്ന സമയത്ത്, പെൺകുട്ടികളുടെ കോളേജാണ്, ആ കോളേജിൽ ധ്യാനം നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ സിസ്റ്റേഴ്സ് നിർബന്ധിച്ചു കൊണ്ടുവിട്ടു. ആ കുട്ടിയെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു ദർശനം കൊടുത്തു. ഇവൾ ബ്ലാക്ക് മാസിന് വിശുദ്ധ കുർബാന കൊണ്ടുപോയി വിൽക്കുന്ന പെൺകുട്ടിയാണ്. അദ്ദേഹം അവളോടത് ചോദിച്ചപ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അദ്ദേഹം അവളെ പിടിച്ചിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, മോളെ, ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയണം. നീ പറയാതെ തന്നെ ദൈവാത്മാവാണ് എനിക്കിത് കാണിച്ചു തന്നത്. നിന്നെ രക്ഷപ്പെടുത്താനാണ് പരിശുദ്ധാത്മാവ് ഇത് കാണിച്ചു തന്നത്. അതുകൊണ്ട് മോൾ എന്നോട് സത്യസന്ധമായിട്ട് സംസാരിക്കണം. ഒരു ചേട്ടനാണ്, പ്രായമുള്ള ചേട്ടനാണ്. അതുകൊണ്ട് അദ്ദേഹം അധികാരത്തോടെ അവളെ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, മോളെ, നീ വിശുദ്ധ കുർബാന കൊണ്ടുപോയി മോഷ്ടിച്ച് വിൽക്കുന്നുണ്ടോ? അവള് പറഞ്ഞു, വിൽക്കുന്നുണ്ട്. ഞാൻ ഏതാണ്ട് 1.5 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. 10,000 കണക്കിന് രൂപ എനിക്കിതിന് പ്രതിഫലമായിട്ട് കിട്ടും. അവൾ ഇങ്ങനെ പറഞ്ഞു, അതിലൊരു കുറ്റബോധവും എനിക്കില്ല, ഒരു പരിതാപമോ പ്രായച്ചിത്തമോ എനിക്കില്ല. കാരണം ഇതൊരു സാധാരണ ഗോതമ്പപ്പം, അതിൽ കൂടുതലൊന്നും ഞാനതിൽ കാണുന്നില്ല. ഞാനത് കൊണ്ടുപോയി വിൽക്കുമ്പോൾ എനിക്ക് പണം കിട്ടും, എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം മാറും, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി വിൽക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, മോളെ, പെറ്റ തള്ളയെ ഒറ്റുകൊടുക്കുന്നതിലും ഭീകരമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവള് പറഞ്ഞു, ഇത് ഈശോയുടെ ശരീരമാണെന്ന് നിങ്ങൾ പറയുകയല്ലേ, എന്താ അതിന് തെളിവ്? അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മോളെ, നീ ഒരു കാര്യം ചെയ്തോളുക. ഒരു കോൺവെന്റിന്റെ അഡ്രസ്സ് എഴുതി, സിസ്റ്ററിന്റെ പേരെഴുതി, ഫോൺ നമ്പർ എഴുതി, ഇദ്ദേഹം സൈൻ ചെയ്ത് ഇദ്ദേഹത്തിന്റെ പേരും എഴുതിയിട്ട് ആ സ്ലിപ്പ് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പേപ്പർ, ഈ സ്ലിപ്പ് നീ ആ കോൺവെന്റിൽ ചെന്ന് ഈ പർട്ടിക്കുലർ സിസ്റ്ററിന്റെ കയ്യിൽ കൊടുത്താൽ 500 ഓസ്തി, വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന സിസ്റ്റേഴ്സ് കോൺവെന്റിൽ ആ ഓസ്തി ഉണ്ടാക്കുന്നുണ്ട്, 500 ഓസ്തി, തിരുവോസ്തി അല്ല, ഓസ്തി നിനക്ക് തരും. അത് നീ വാങ്ങിച്ചോണ്ട് വരിക. വാങ്ങിച്ചോണ്ട് വന്നിട്ട് നീ നേരെ മുറിയിൽ കയറി കതകടച്ച്, വേണമെങ്കിൽ ഇത് ഒരു ടേബിള് തയ്യാറാക്കി ഒരു വിരിയൊക്കെ വിരിച്ച്, വേണമെങ്കിൽ 2 തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് കുർബാന പുസ്തകം ജനങ്ങൾ ഉപയോഗിക്കുന്ന എടുത്തിട്ട് അന്നാ പെസഹ തിരുനാളിൽ മുതൽ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി വരെ എല്ലാ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് 5 എണ്ണം 10 എണ്ണം 20 എണ്ണം ഒക്കെ കൊണ്ടുപോയി ബ്ലാക്ക് മാസ് സെന്ററിൽ കൊണ്ടുപോയി വിൽക്ക്. അങ്ങനെ വിറ്റാൽ നിനക്ക് ഇഷ്ടം പോലെ പണം കിട്ടില്ലേ? അവൾ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് അവനിങ്ങനെ പറഞ്ഞു, അങ്കിളെ, അത് നടക്കില്ല അങ്കിളെ എന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് നടക്കില്ല? അവളിങ്ങനെ പറഞ്ഞു, ഇവിടെ നിന്ന്, ദേവാലയത്തിൽ നിന്ന് പുരോഹിതൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചെടുക്കുന്ന തിരുവോസ്തി, മോഷ്ടിക്കുന്നു പറയും, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ബാംഗ്ലൂരില് എൻ്റെ ഒരു സുഹൃത്ത് അച്ഛനും ഈ പോൾസം ബ്രദറുടെ ധ്യാനം നടത്തുന്ന സമയത്ത് അച്ഛൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. വിശുദ്ധ കുർബാന ഒരു സ്ത്രീ പെട്ടെന്ന്, ഒരു നന്നായിട്ട് വേഷം ധരിച്ചു വന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ പെട്ടെന്ന് കയ്യിൽ വാങ്ങിച്ചിട്ട് അവളത് കർച്ചീഫിനകത്ത് മടക്കിക്കൊണ്ട് അച്ഛൻ കണ്ടു പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തത് കൊണ്ട് കിട്ടി. എത്രയോ സ്ഥലങ്ങളിൽ എൻ്റെ ഒരു ദേവാലയത്തിലെ സക്രാരി കുത്തിപ്പൊളിച്ച് വിശുദ്ധ കുർബാന മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ പറയുന്നത് നിങ്ങളോട്. അപ്പൊ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ ചുമ്മാ പ്രഭാഷണം പറയുമ്പോൾ അതിനൊരു ഭംഗി കൂടാൻ വേണ്ടി അച്ഛൻ ആവശ്യമില്ലാത്തൊരു കാര്യം, ആളുകൾ ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു അല്പം അസ്വസ്ഥതയൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 100 കണക്കിന് അനുഭവങ്ങൾ ഞാൻ പറയാം. ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു തീരപ്രദേശത്ത് ജീവനെ പേടിച്ച് ഒളിച്ച് താമസിച്ചിരുന്ന ചെറുപ്പക്കാരനെ എനിക്കറിയാം. കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് ഇതിന്റെ ആളുകൾ. അവനെ കണ്ടുകിട്ടിയാൽ കൊന്നുകളയും. അങ്ങനെ പേടിച്ച് ഒളിച്ച് തീരപ്രദേശത്തെ ആളുകളുടെ വീടുകളിൽ ഒളിച്ച് താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് ശ്രദ്ധിക്കുക. അതായത്, ഇവള് പറയുകയാണ്, നമ്മൾ ബ്ലാക്ക് മാസ് കേന്ദ്രത്തിലേക്ക് ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന തിരുവോസ്തി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവള് പറയുന്നത്, പള്ളിയിൽ നിന്ന് ഞാൻ എടുക്കുന്ന അപ്പം കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു സംവിധാനമുണ്ട്, ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് പരിശോധിക്കാൻ. നിങ്ങൾ കേട്ടോണം. തലയോട്ടി പോലെ, ആടിന്റെ തലയോട്ടി പോലെ ഒരു രൂപമാണ് അവരുടെ പ്രതിഷ്ഠ. അവിടെ കൊണ്ടുപോയി അവള് പറയുന്ന അവളുടെ ബ്ലാക്ക് മാസ് കേന്ദ്രത്തിലെ ഒരു സ്ത്രീയാണ് പുരോഹിത. ആ സ്ത്രീ ഒരു തുണിയിൽ കൂട്ടിപ്പിടിച്ച് ഈ വിശുദ്ധ കുർബാന കൊണ്ടുപോയി ആ തലയോട്ടിയിൽ തൊട്ട് നോക്കുമ്പോ അവർക്കറിയാമെന്ന് ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന്. ഇത് ചിന്തിച്ചപ്പോ എനിക്കത് ശരിയാണെന്ന് തോന്നി. കാരണം എന്താന്ന് ഞാൻ പറയട്ടെ, ഞാൻ അതിന്റെ റേറ്റ് പറയുന്നില്ല. ഒരു തിരുവോസ്തിക്ക് സാത്താൻ സേവക്കാര് കൊടുക്കുന്ന പൈസ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായത്, ഒരു തിരുവോസ്തിക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന അവർക്ക് തിരുവോസ്തി ഒറിജിനലാണ്, അതായത് അച്ഛൻ അർപ്പിച്ച കുർബാനയിൽ നിന്ന് കിട്ടിയതാണോ അതോ വെറുതെ കോൺവെന്റിൽ നിന്ന് സിസ്റ്റേഴ്സ് ഉണ്ടാക്കിയത് അവിടുന്ന് ഏതെങ്കിലും കാരണം പറഞ്ഞ് വാങ്ങിച്ചെടുത്തതാണോ, ഇത് കുർബാന പുരോഹിതൻ അർപ്പിച്ച ബലിയിൽ നിന്ന് കിട്ടുന്ന തിരുവോസ്തിയാണോ അതോ ഒരു സാധാരണ കുർബാനയപ്പമാണോ എന്ന് എങ്ങനെ ഇവർ തിരിച്ചറിയും? ഇവര് കൊടുക്കുന്ന പണം കേട്ടാൽ നമ്മൾ ഞെട്ടും.
അപ്പൊ അത്രയും പണം കൊടുത്ത് ഇവർ വാങ്ങിക്കുമ്പോൾ കബളിപ്പിക്കപ്പെടാൻ അവർ നിന്നു കൊടുക്കുമോ? ഇതായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്ന ഒന്നാമത്തെ ചിന്ത. പ്രിയപ്പെട്ട മക്കളെ, തിരുവോസ്തി സക്രാരികൾ കുത്തിപ്പൊളിച്ച്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇടവകയില് സക്രാരി കുത്തിപ്പൊളിച്ച് രാത്രി തിരുവോസ്തി മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയൊരു അനുഭവം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലുണ്ട്. അങ്ങനെ സക്രാരി, വേറെ പള്ളിയിലെ വിലപിടിപ്പുള്ള ഒരു വസ്തുവും അവരെടുത്തിട്ടില്ല. സക്രാരി മാത്രം എടുത്ത് പൊളിച്ച് സക്രാരിയിൽ വിശുദ്ധ കുർബാന എടുത്തിട്ട് സക്രാരി ഉപേക്ഷിച്ചിട്ട് പോയി. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെ അത്രയും വില കൊടുത്ത് അത്രയും കഷ്ടപ്പെട്ട് എന്തുകൊണ്ട് സക്രാരികളിൽ നിന്ന് ഇവർ വിശുദ്ധ കുർബാന മോഷ്ടിച്ചെടുക്കണം? ഈ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അതായത് നമ്മൾ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് ഇവർ പരിശോധിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. പുതുമനേച്ചൻ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അച്ഛൻ വിചാരിച്ചു നിങ്ങളൊരു 500 പേര് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുമെന്ന് അച്ഛൻ വിചാരിച്ചു. എന്നാൽ നിങ്ങളൊരു 300 പേരെ വിശുദ്ധ കുർബാനയ്ക്ക് വന്നുള്ളൂ. അപ്പൊ അച്ഛൻ 500 ഓസ്തി എടുത്ത് കുർബാനയ്ക്ക് വെച്ചിട്ട് ഒരു 50 ഓസ്തി മിച്ചം വന്നത് ഒരു പാത്രത്തില് ഈ ബലിപീഠത്തിൽ തന്നെ അങ്ങ് മാറ്റി വെച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. എന്നിട്ട് 500 ഓസ്തി അച്ഛൻ പീലാസയിൽ വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് അത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ച് ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് ഈശോയുടെ ശരീരമായിട്ട് മാറി. നിങ്ങൾ 300 പേരെ വിശുദ്ധ കുർബാന സ്വീകരിച്ചുള്ളൂ. 200 തിരുവോസ്തി അധികം വന്നു. അന്ന് അച്ഛൻ ഇത് സക്രാരിയിലോട്ട് തിരിച്ചു വെക്കാൻ മറന്നുപോയി. ഉദാഹരണമാണ്. മറന്നുപോയിട്ട് അച്ഛൻ എന്ത് ചെയ്തു? ഈ കുർബാനയാവാത്ത അപ്പവും തിരുവോസ്തിയും തമ്മിൽ മിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്റെ ചോദ്യം ഇതാണ്, കുർബാന അർപ്പിച്ച അച്ഛന് പോലും ഇതിലേതാണ് ഈശോയുടെ ശരീരം, ഏതാണ് ആശീർവദിക്കാത്ത അപ്പം എന്ന് ഒറ്റ നോട്ടത്തിൽ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ആകൃതി, രൂപം, വലിപ്പം എല്ലാം ഒരുപോലാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ബ്ലാക്ക് മാസ് കേന്ദ്രങ്ങളിൽ, സാത്താൻ ആരാധന നടക്കുന്ന, കറുത്ത പൂജ നടക്കുന്ന സ്ഥലങ്ങളിൽ മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന തിരുവോസ്തി ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? അവർക്കതറിയാൻ സംവിധാനം ഉണ്ടെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഞാൻ അവളുടെ ബാക്കി കാര്യത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് നേരമില്ലാത്തതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നിരനിരയായി ദേവാലയത്തിലേക്ക് വന്ന് ഒരാചാരം പോലെയും യാന്ത്രികത പോലെയും ചടങ്ങ് പോലെയും ഈശോയുടെ ശരീര രക്തങ്ങൾ നാവിൻ തുമ്പിലേക്ക് ഏറ്റുവാങ്ങുന്ന വിശ്വാസിക്ക് ബോധ്യമില്ലെങ്കിലും സാത്താനെ പൂജിക്കുന്നവർക്കും അറിയാം, പുരോഹിതൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ദിവ്യകാരുണ്യ അപ്പം ഈശോയുടെ യഥാർത്ഥ ശരീരമാണെന്നും യഥാർത്ഥ രക്തമാണെന്നും സാത്താൻ അറിയാം, സാത്താനെ സേവിക്കുന്നവർക്കറിയാം. വിശ്വാസി, നിനക്കത് ബോധ്യം കിട്ടിയിട്ടുണ്ടോ എന്നതാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ഈ രാത്രിയിലെ രണ്ടാമത്തെ ചോദ്യം. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ 2-3 ഉദാഹരണങ്ങൾ, ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഒരിക്കലൊരു കോളനിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഒരു ആദിവാസി കോളനി ഉണ്ട്. ആ കോളനിയിൽ നിന്ന് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഒരു ചെറുപ്പക്കാരന് കഠിനമായ പൈശാചിക ബാധയുണ്ടായി. എൻ്റെ പൗരോഹിത്യത്തിന്റെ ആദ്യത്തെ നാളുകളാണ്. എനിക്ക് ഒരു എത്തും പിടിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. അന്ന് അങ്ങനെ 10-18 പേര് ചേർന്ന് പിടിച്ചിട്ട് നിൽക്കാതെ ഒരു അലറുന്ന സിംഹത്തെ പോലെ, ഒരു കാട്ടുമൃഗത്തെ പോലെ പെരുമാറുന്ന ഈ ചെറുപ്പക്കാരൻ, ഞാൻ വിശുദ്ധ കുർബാന എടുത്ത് എൻ്റെ ഉടുപ്പിനകത്ത് വെച്ച് ഇവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിശുദ്ധ കുർബാന അവന് കാണാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ഈശോയ്ക്ക് മാത്രമേ അറിയാവൂ എൻ്റെ ഉടുപ്പിൽ വിശുദ്ധ കുർബാനയുണ്ടെന്ന്. ഞാൻ നേരെ ചെല്ലുമ്പോൾ അവൻ ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് പറയാണ്, നീ അത് മാറ്റടാ എന്ന് പറഞ്ഞു. എൻ്റെ നെഞ്ചിൽ, അതായത് എൻ്റെ ഉടുപ്പിന്റെ അകത്ത് അച്ഛന്മാർ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന കൊണ്ടുപോകുന്ന ഒരു പോക്കറ്റ് അച്ഛന്മാരുടെ ഉടുപ്പിനകത്തുണ്ട്. ഈ ഉടുപ്പിനകത്തെ പോക്കറ്റിൽ ഞാൻ ഒരു ചെറിയ പിക്സിനകത്ത് വിശുദ്ധ കുർബാന വെച്ചിരിക്കുകയാണ്. ഇവൻ എന്നെ കണ്ടതും പറയുകയാണ് മാറ്റാം. എൻ്റെ ഹൃദയഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറയുകയാണ് മാറ്റാൻ പറയുകയാണ്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയട്ടെ. ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞു മകൾക്ക് കഠിനമായൊരു പൈശാചിക പീഡയുണ്ടായി. ആ പൈശാചിക ബാധ ശക്തമായ ഒരു പൊസിഷനിലേക്ക് കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ കുഞ്ഞിനെയും കൊണ്ടുവന്നു. എൻ്റെ മുറിയിലിരുന്നിട്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കുകയും അവർ അലറി വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടി. ആൺകുട്ടികളുടെ ഹോസ്റ്റലാണ്. അപ്പൊ അതുകൊണ്ട് അവളെ അങ്ങനെ ഇറങ്ങി ഓടുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഓടിച്ചെന്ന് അവളെ പിടിച്ച് ഞാൻ അവളെ ചാപ്പലിലേക്ക് കൊണ്ടുവന്നു. ഈ ബോണി അന്ന് അവിടെയുണ്ട്, ഓൾസം ബ്രദറുണ്ട്. ഇവര് 2 പേരും, ഞങ്ങൾ 3 പേരും ഉള്ള അമ്മയും കൂടെ പിടിച്ചിട്ട് +2 പഠിക്കുന്ന പെൺകുട്ടി നിൽക്കുന്നില്ല. ഞാൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് ബ്രദറിനോട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം പാടാൻ പറഞ്ഞു. ബ്രദർ പാടാൻ തുടങ്ങി. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, അലറുന്ന ഒരു കാട്ടുമൃഗത്തെ പോലെ അവൾ ബ്രദറിനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിർത്തടാന്ന് പറഞ്ഞു. നിർത്തടാന്ന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം. ഞാൻ മറ്റൊരു അവസരം, ഒരു കോൺവെന്റിൽ അടുക്കള ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി, അതായത് കോൺവെന്റിൽ അടിക്കടി ദുരന്തങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഒരു സിസ്റ്ററിന്റെ മുകളിലേക്ക് കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഈ പണി സാധനങ്ങൾ താഴേക്ക് വീണ് സിസ്റ്റർ തളർന്നുപോയി.
അങ്ങനെ സിസ്റ്ററിന് രോഗാവസ്ഥയായി അടിക്കടി ആ കോൺവെന്റ് ദുരിതങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആ ദിവസങ്ങളിലാണ് ഇവർ ശ്രദ്ധിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസാധാരണമായ ഒരു മാറ്റം. ഞങ്ങൾ ആ ദേവാലയത്തിൽ ധ്യാനത്തിന് ചെല്ലുന്ന സമയമാണത്. ആ സമയത്ത് ഇത് പറഞ്ഞു. അന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ നോക്കിയിട്ട് കഠിനമായ ആ പീഡ വിട്ടുപോകുന്നില്ല. ഞങ്ങൾ തിരിച്ചുപോയി. ഞാൻ ഇവിടുത്തെ വികാരിയച്ഛനെ 2-3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് അന്ന് രാവിലെ മുതൽ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പീഡ വിട്ടുപോകുന്നില്ല, ശക്തമായ പൈശാചിക പീഡ. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും വരുന്നില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ വികാരിയച്ഛനോട് പറഞ്ഞു, അച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കാമോ ചോദിച്ചു. അച്ഛൻ പെട്ടെന്ന് സക്രാരി തുറന്ന് വിശുദ്ധ കുർബാന എടുത്ത് അരളിക്കയിൽ വെച്ച് വിശുദ്ധ കുർബാനയും കൊണ്ട് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ പൊള്ളലേറ്റതുപോലെ ഈ പെൺകുട്ടി മുഖം തിരിച്ച് അവളുടെ മുഖം ഒരു പ്രത്യേക ആകൃതിയിലായി. അവളിൽ നിന്ന് ആ ക്ഷണനേരത്തിൽ പൈശാചിക രൂപി വിട്ടുപോയി. പിന്നെ തൊട്ടടുത്ത സെക്കൻഡിൽ കാണുന്നത് ഇവക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. ഇന്നും ഈ പെൺകുട്ടി എനിക്കറിയാം. അതായത് പിന്നെന്താ സംഭവിച്ചത് നമുക്ക് അറിയാൻ പാടില്ല. അവള് പറയുകയോ അച്ഛന്മാർ എപ്പോഴാ വന്നത്, ഞാൻ ചായ നിങ്ങൾക്ക് തന്നില്ലല്ലോ. അടുക്കളയിലേക്ക് ഒട്ടാണ് അവള്. പിന്നെ ചെന്ന് അവള് ചായ ഇട്ടുകൊണ്ട് വരുന്നു, ഞങ്ങളെ സൽക്കരിക്കുന്നു. 3-4 ദിവസമായിട്ട് കടുത്ത പൈശാചിക ബാധ അതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച പെൺകുട്ടി അച്ഛനെ വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് അവൾ അടുത്തേക്ക് നിൽക്കുമ്പോൾ ഈ പീഡ വിട്ടുപോയി. എനിക്ക് മറ്റൊരു കുട്ടിയുടെ കാര്യം ഞാൻ പറയാം. ഇതുപോലെ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടൊരു വ്യത്യാസമില്ലായിരുന്ന സമയത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഞാൻ അന്ന് പരിശുദ്ധാത്മാവ് തന്ന ഒരു പ്രചോദനം അനുസരിച്ച് എൻ്റെ കയ്യിൽ ചെറിയൊരു കുപ്പിയിൽ ഒരു തുള്ളി തിരുരക്തം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവള് മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞാണ്, ചെറിയ കുട്ടിയാണ്. പക്ഷെ ഒത്തിരി പേര് പിടിച്ചിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലല്ലേ ഇവള്. പ്രാർത്ഥിച്ചിട്ട് ഈ പൈശാചിക പീഡ വിട്ടുപോകുന്നില്ല. ഞാൻ എന്തെന്നറിയാം, അവളെ ഞാൻ ബലം പ്രയോഗിച്ച് പിടിച്ചിട്ട് അവളുടെ വായിലേക്ക് ഒരു തുള്ളി തിരുരക്തം ഞാൻ ഒഴുക്കി കൊടുത്തു. ആ സെക്കൻഡിൽ അവളിൽ നിന്ന് ആ പിശാച് വിട്ടുപോയി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് അനേക അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ കരുണ കൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പരിശുദ്ധ കുർബാനയോട് സാത്താന് വെറുപ്പാണ്. അതാണ് രണ്ടാമത്തേത്. പിശാച് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? പിശാച് നഖശികാന്തം ഈ വിഷയത്തെ എതിർക്കും. പിശാചിന് നിങ്ങൾ യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനോട് താല്പര്യമില്ല. പിശാചിന് നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് സമയത്ത് വരുന്നതിനോട് താല്പര്യമില്ല. പിശാചിന് നിങ്ങൾ 365 ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങളെ ബലിയിൽ നിന്നും, ബലിപീഠത്തിൽ നിന്നും, ദേവാലയത്തിൽ നിന്നും അകറ്റാൻ ശ്രമിക്കും. നിങ്ങളുടെ കുടുംബത്തെ ബലിയിൽ നിന്നും ബലിപീഠത്തിൽ നിന്നും പിശാച് അകറ്റാൻ ശ്രമിക്കും. തലമുറയെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാനയിലൂടെ ബന്ധനം അഴിയുമെന്ന് സാത്താൻ അറിയാം. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം ഞാൻ പറയാം. ഞാൻ വൈദികനായി 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ സുഹൃത്തായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു കുടുംബത്തെ അച്ഛൻ്റെ അടുത്ത് വിടുകയാണ്. അതായത് ഒരു ചെറുപ്പക്കാരനാണ്, അവന് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, അവൻ ഒത്തിരി മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാണ്, വരാൻ പറഞ്ഞു. സന്ധ്യയ്ക്ക് അപ്പനും അമ്മയും മകനും കൂടി വന്നു. അപ്പൻ്റെ അമ്മയുടെ ഏക മകനാണ്. അപ്പനും അമ്മയും വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അവനോട് സംസാരിക്കാൻ പറഞ്ഞു. അവനോട് സംസാരിക്കുമ്പോൾ അവൻ എന്നോട് ചോദിക്കുന്നത് ഇതാണ്, അച്ഛാ, അച്ഛൻ്റെ പുറകിലെ ആ ജനൽ കർട്ടന്റെ പുറകിൽ ആരെങ്കിലും നിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, ആര് നിൽക്കാനാണ്? ഞാൻ തിരിഞ്ഞു നോക്കി, ആരെങ്കിലും നിപ്പുണ്ടോ? നമ്മുടെ ആരും നിപ്പില്ല. അവൻ പറയാണ്, അച്ഛാ, വാതിലിന്റെ പുറകിൽ ആരെങ്കിലും ആയുധവുമായിട്ട് മറഞ്ഞു നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ആരും നിൽക്കുന്നില്ല, നീ എന്നെ കൂടെ പേടിപ്പിക്കാതെ. അപ്പൊ അവന് മാതാപിതാക്കള് വന്നിട്ട് വിവരം പറയുകയാണ്. അതായത് ഇവന് കടുത്ത മാനസിക അസ്വസ്ഥതയായി. ഇവൻ പറയുകയാണ്, ആരോ കൊല്ലാൻ വരികയാണ്. മാതാപിതാക്കളോട് ഇവൻ പറയുകയാണ്, വീട്ടിൽ നിന്ന് ആരും ജോലിക്ക് പോകാൻ പാടില്ല, നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഗേറ്റിൽ ആള് നിൽക്കുകയാണ്. ദേവാലയത്തിലേക്ക് പോകുന്ന വഴി ഇവൻ പോവില്ല. ദേവാലയത്തിൽ നിന്ന് 4 കിലോമീറ്റർ വട്ടം ചുറ്റി വേറൊരു വഴിയിലൂടെ ഇവൻ പോകത്തുള്ളൂ. പള്ളിയിലെ ആരെങ്കിലും കണ്ടാൽ, പള്ളിയിൽ നിന്ന് വരുന്ന ആരെങ്കിലും കണ്ടാൽ കേർച്ചീഫ് എടുത്ത് മുഖം മറച്ചിട്ട് തിരിഞ്ഞു നടക്കും. ഇതാണ് അപ്പന്റെ അമ്മയുടെയും നടുക്ക് കിടന്നാണ് 24-കാരനായ ചെറുപ്പക്കാരൻ ഉറങ്ങുന്നത്. രാത്രി ലൈറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല. നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ ആരെങ്കിലും കൊല്ലും, നിങ്ങളെ ആരെങ്കിലും കൊല്ലും. ഞാൻ ചോദിച്ചപ്പോൾ ഇതിന്റെ ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ 4 വർഷം മുമ്പ്, എൻ്റെ അടുത്ത് വരുന്നതിന് 4 വർഷം മുമ്പ് ഈ ചെറുപ്പക്കാരൻ അത്യാവശ്യം പാട്ട് പാടുന്നവനാണ്, സംഗീതം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ അറിയാവുന്നവനാണ്. അവൻ ദേവാലയത്തിൽ ഒരിക്കലൊരു പാട്ടുപാടി, അവൻ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടുപാടി. അപ്പോ ഏതാണ്ട് 4-5 ആളുകൾ അവനോട് പറഞ്ഞു, നിന്റെ പാട്ട് നന്നായില്ല, ആ പാട്ട് ശരിയായില്ല. ഇവന് പാട്ടായിരുന്നു ദൈവം, പാട്ടായിരുന്നു ഇവന്റെ വിഗ്രഹം. അതുകൊണ്ട് ഇവന്റെ സംഗീതം മോശമാണെന്ന്, ഇവന്റെ സംഗീത താല്പര്യം, ഇവന്റെ സംഗീത പ്രാവീണ്യം മോശമാണെന്ന് ഒരാൾ പറഞ്ഞപ്പോ അവനത് മുറിവായി. അത് 1-ലധികം പേര് പറഞ്ഞപ്പോ ആ മുറിവിന്റെ ആഴം വർദ്ധിച്ചു. പിറ്റേ ആഴ്ച ദേവാലയത്തിലേക്ക് പോകാൻ അപ്പനും അമ്മയും ഉടുത്തൊരുങ്ങി ഇറങ്ങിയപ്പോ അവൻ പറഞ്ഞു, എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല എന്ന് പറഞ്ഞു.
തൊട്ടടുത്ത ആഴ്ചയിൽ അപ്പനമ്മമാർ വിളിക്കുമ്പോൾ പറഞ്ഞു, എന്നെ വിളിക്കരുത്, ഞാൻ ചിലപ്പോൾ വയലന്റ് ആവും എന്ന് പറഞ്ഞു. പിന്നെ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ അവൻ വയലന്റ് ആവാൻ തുടങ്ങി, എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങി ഓരോ സാധനങ്ങൾ. പിന്നെ അവർ വിളിക്കാതായി. 4 വർഷം അവൻ ദേവാലയത്തിൽ പോവാതായി, വിശുദ്ധ കുർബാനയ്ക്ക് പോവാതായി, കുമ്പസാരം ഇല്ലാതായി. അവന്റെ മുറിയിൽ ഒരു കീബോർഡും കൊണ്ടിരുന്ന് അവൻ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ 4 വർഷത്തിന്റെ ഒടുവിൽ അവന് സംഭവിച്ച ദുരിതമാണ് ഞാനീ പറയുന്നത്. അവൻ പറയുകയാണ്, അച്ഛാ എന്നെ ആരെങ്കിലും കൊല്ലും, എനിക്ക് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പൊ ഞാൻ ഈ മാതാപിതാക്കളെ വിളിച്ചിട്ട് അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ചേട്ടാ ചേച്ചി, മാനസിക രോഗത്തിന്റെ വരമ്പിലൂടാണ് നിങ്ങളുടെ മകൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഇവന് ഇപ്പോൾ വേണ്ടത് പ്രാർത്ഥനയല്ല, നല്ല ചികിത്സയാണ്. അതുകൊണ്ട് ഇവന് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന തിരുവനന്തപുരത്തെ നമ്പർ 1 ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അപ്പോയിൻമെന്റ് എടുത്തു തരാം. നാളെ പ്രഭാതത്തിൽ ഇവനെയും കൊണ്ട് സാറിൻ്റെ വീട്ടിൽ നിങ്ങൾ ചെന്നാൽ മതി, സാറ് ട്രീറ്റ്മെന്റ് തരും, ട്രീറ്റ്മെന്റ് ആരംഭിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മാനുഷിക ബുദ്ധിയിൽ വന്ന ഒരു കാര്യം ഞാൻ പറയുകയാണ്. കൈകൂപ്പി കണ്ണു നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ്റെ മാതാപിതാക്കന്മാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇത് കേരളമാണ്, നമ്മൾ മലയാളികളാണ്, മലയാളികൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഏക മകനെയും കൊണ്ട് ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിന്റെ വരാന്തയിൽ ഞങ്ങൾ നിൽക്കുന്നതായി ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും കണ്ടാൽ നാളെ മുതൽ ഞങ്ങളുടെ മകന്റെ നെറ്റിയിൽ ഒരു ലേബൽ ഒട്ടിക്കപ്പെടും, ഭ്രാന്തൻ. മരണം വരെയും മരണത്തിന് ശേഷവും ഈ ലേബൽ മലയാളികൾ ഇളക്കി മാറ്റില്ല. അതുകൊണ്ട് അച്ഛാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകന്റെ മാനം, അഭിമാനം, അവന്റെ പ്രശസ്തി, അവന്റെ നല്ല പേര്, അവന്റെ ആരോഗ്യം അത് വലുതാണ് അച്ഛാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അന്തിയിൽ ആരും അറിയാതെ അച്ഛാ പ്രാർത്ഥിച്ച് ദൈവം രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്നത്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ, പക്ഷെ ഇവന് ചികിത്സ വേണം ചേച്ചി, ചികിത്സ വേണം ചേട്ടാ. അവർ പറയണം, അച്ഛാ പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ എനിക്ക് അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകില്ലെന്ന് മനസ്സിലായപ്പോൾ, ഇനിയിപ്പോൾ എൻ്റെ തലയിൽ ഈ ബാധ്യത മുഴുവൻ എൻ്റെ തലയിലേക്ക് വരുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ, ഇനി എനിക്ക് ദൈവത്തിലേക്ക് തിരിയാതെ രക്ഷയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് സഹോദരന്മാരുണ്ട്. അവരുടെ അടുത്ത് ഓടി ചെന്നിട്ട് പറഞ്ഞു, പള്ളിയിൽ അവരിരിപ്പുണ്ട്, അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു ചെറുപ്പക്കാരനുണ്ട്, മക്കളെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശോ എന്തെങ്കിലും പറയുന്നെങ്കിൽ എന്നോട് പറയാൻ പറഞ്ഞു. അതിലെ കൂലിപ്പണിക്കാരനെ ഒരു ചേട്ടൻ പ്രാർത്ഥിച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഓടി വന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഈശോ പറഞ്ഞു ഇവരെ 3 പേരെയും കുമ്പസാരിപ്പിച്ചിട്ട്, നല്ല കുമ്പസാരത്തിനൊരുക്കി കുമ്പസാരിപ്പിച്ചിട്ട് അച്ഛൻ ഇവർക്ക് വേണ്ടി ഒരു വിശുദ്ധ കുർബാന ചൊല്ലിയാൽ ഈ പ്രശ്നം മാറുമെന്ന് ഈശോ പറഞ്ഞു. ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും അദ്ദേഹത്തെ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഒട്ടും ഒരു തരി പോലും, ഞാൻ ദേവാലയത്തിൽ നിന്ന് പറയട്ടെ, ഒരു തരി പോലും ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതേ ഒന്നും പറഞ്ഞില്ല. ഈശോ പറഞ്ഞു എന്നല്ലേ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ പൊട്ട ബുദ്ധി ഞാൻ വിചാരിക്കുകയാണ്, അതായത് ഈ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കേണ്ട സ്റ്റേജിലെത്തിയവനെ കുമ്പസാരിപ്പിച്ച് കുർബാന ചൊല്ലിയാൽ ഇവന്റെ മാനസിക രോഗം മാറുമോന്നാണ് എൻ്റെ അവിവേകമാണ്. ഞാൻ ചിന്തിച്ച തെറ്റാണ്, പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി. എങ്കിൽ ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കൂലിപ്പണിക്കാരൻ ചേട്ടൻ വന്ന് പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നും ഞാൻ സ്വീകരിക്കും. അതുകൊണ്ട് ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞതല്ലേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു മിനിറ്റ് ഞാൻ ചിന്തിച്ചു, ഏതായാലും ഇവരോട് അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ദേ കർത്താവ് പറയുന്നത് നിങ്ങൾ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നാണ്. അവർ പറഞ്ഞു ഇപ്പൊ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇപ്പൊ ചെയ്യണ്ട, നാളെ വൈകുന്നേരം വാ, നന്നായിട്ട് കുമ്പസാരത്തിന് ഒരുങ്ങാൻ ഞാനൊരു പേപ്പർ തന്നു വിടാം, അത് വായിക്കേ, നന്നായിട്ട് ആത്മശോധന ചെയ്യേ, നന്നായിട്ട് ഒരുങ്ങ്, എന്നിട്ട് നാളെ വാ. പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞവർ പോയി. വരില്ലെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഞാൻ പറഞ്ഞതിലും അല്പം നേരത്തെ അവർ വന്നു. അവർ വന്നിട്ട് കുമ്പസാരിക്കാനായിട്ട് നിൽക്കുകയാണ്. ആ കുമ്പസാരം, അന്ന് അവർ ആ കുമ്പസാരിച്ച കുമ്പസാരത്തിന്റെ രീതി, പറഞ്ഞ പാവങ്ങളല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവരുടെ കുമ്പസാരത്തിന്റെ ആ രീതി ഇന്നും എൻ്റെ തലയ്ക്കകത്ത് നിൽപ്പുണ്ട്. അതായത് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ ആ ചെറുപ്പക്കാരെ പള്ളിക്ക് പുറത്തിറക്കി വിടേണ്ടി വന്നു ഞാൻ. കാരണം അത്രയ്ക്ക് ഉയർന്ന സ്വരത്തിലാണ് ഇവന്റെ അപ്പൻ അയാളുടെ പാപങ്ങൾ വിളിച്ചു പറഞ്ഞ് കരഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പലതവണ പറഞ്ഞു, ചേട്ടാ ശബ്ദം താഴ്ത്തിപ്പറ, മറ്റുള്ളവർ കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഹൃദയം പൊട്ടിക്കരഞ്ഞ്, എൻ്റെ പാപങ്ങളാണോ എൻ്റെ മകന്റെ മേലെ തകർച്ച വരുന്നതിന് കാരണമെന്ന് ഹൃദയം നൊന്ത് വേദനിച്ച മനുഷ്യൻ ആ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി ഉയർന്ന സ്വരത്തിലെ അയാളുടെ പാപങ്ങൾ വിളിച്ചു പറഞ്ഞ് കരയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ അപ്രകാരം ഹൃദയം നൊന്ത് കരഞ്ഞ് ഏറ്റുപറഞ്ഞ് ഈ ചെറുപ്പക്കാരന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ
ഞാൻ സാധാരണ ദിവസം ഞങ്ങൾ പള്ളിയിൽ ചൊല്ലുന്ന ഒരു സാധാരണ വീക്ക് ഡേയ്സിലെ കുർബാന ഒരു 50 മിനിറ്റ്, 45 മിനിറ്റ്, 50 മിനിറ്റ് ഒക്കെ എടുക്കൂ. ഒരു 50 മിനിറ്റ് സാധാരണ ദിവസത്തെ വിശുദ്ധ കുർബാന വലിയ ആഘോഷമൊന്നും ഇല്ലാതെ അത്യാവശ്യം പ്രാർത്ഥനകളെല്ലാം ചൊല്ലി ഒരു സാധാരണ വിശുദ്ധ കുർബാന ചൊല്ലി. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ മക്കളെ, ചൊല്ലുമ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇവൻ എന്തെങ്കിലും മാറ്റം വരുമെന്ന്. അന്ന് ആ വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന ഇവർക്ക് കൊടുത്ത് അവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തോടെ അവരെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ആ രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ സൗഖ്യപ്പെട്ടു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ആ രാത്രിയിൽ ഇവന്റെ മാനസിക അസ്വസ്ഥത മാറി. ആ രാത്രിയിൽ ഇവന്റെ മേലുണ്ടായിരുന്ന ആ ബന്ധനം അഴിഞ്ഞു. ഇന്ന് ഏതാണ്ട് 11 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഈ രാത്രി ഞാൻ ഓർക്കുമ്പോ എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ചെറുപ്പക്കാരന് സൗഖ്യം കിട്ടിയത് അവന് വേണ്ടി ആയിരുന്നില്ല, അവന്റെ കുടുംബത്തിന് വേണ്ടി ആയിരുന്നില്ല, അത് എനിക്ക് വേണ്ടിയായിരുന്നുവെന്ന് ഞാൻ എളിമയോടെ തിരിച്ചറിഞ്ഞു. അതായത് ഞാൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ കൈകാര്യം ചെയ്യുന്ന ആ അതീവ രഹസ്യ സ്വഭാവമുള്ള ആ ദൈവീക രഹസ്യം എത്രയോ അത്ഭുതമാണെന്ന്, എത്രയോ മഹനീയമാണെന്ന്, ഞാൻ കൈകാര്യം ചെയ്യുന്നത് എത്രയോ വിശുദ്ധമായൊരു കാര്യമാണെന്ന് ഈ പാവപ്പെട്ട പുരോഹിതനെ മനസ്സിലായത് അന്നു മുതലാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അന്നു മുതൽ ഇന്ന് വരെ 100 കണക്കിന് കുടുംബങ്ങളുടെ തലവര മാറുന്നത്, ബലിപീഠങ്ങളിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടുന്നത്, മാറാരോഗങ്ങൾ സൗഖ്യപ്പെടുന്നത്, തളർന്നവർ എഴുന്നേൽക്കുന്നത്, ജീവിതത്തിന്റെ പ്രത്യാശ മുഴുവൻ കൈവിട്ടുപോയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ മഴ പെയ്തിറങ്ങുന്നത്, ബലിപീഠത്തിൽ നിന്ന് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഒരു സാക്ഷ്യത്തിന് വേണ്ടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് പരിശുദ്ധ കുർബാന സാത്താൻ ഇഷ്ടമില്ല. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നറിയാമോ? സാത്താൻ പരമാവധി നിങ്ങളെ ബലിപീഠത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. നിങ്ങളുടെ മക്കളെ ബലിപീഠത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ബലിയിൽ സംബന്ധിപ്പിക്കാതിരിക്കാൻ സാത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും.